ദൈവിക നിയമങ്ങൾ ഹൃദയ പരിവർത്തനത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ദൈവിക നിയമങ്ങൾ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നു. വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, നമ്മളെല്ലാവരും പൂർണ്ണതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. എന്ത് പൂർണ്ണതയിലേക്കെന്ന് ചോദിച്ചാൽ ദൈവിക പൂർണ്ണത എന്നാണ് ഉത്തരം. അതെ, നമ്മെ സൃഷ്ടിച്ച പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവമെന്ന പൂർണ്ണത. ഈ ദൈവിക പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ നമ്മെ സഹായിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷവും വായനയും നമുക്ക് നൽകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വാക്യങ്ങളാണ് നാം ധ്യാനിക്കുന്നത്. യേശു പറയുന്നു, ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ ദൈവീക നിയമങ്ങൾ അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവീക പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നത് സ്വർഗരാജ്യത്തിലെ, ഈ ഭൂമിയിലെ അല്ല, സ്വർഗത്തിലെ വലിയവനാക്കി നമ്മെ മാറ്റുന്നത് ദൈവിക നിയമങ്ങളാണ്. എന്താണ് ഈ ദൈവിക നിയമങ്ങൾ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ദൈവിക കൽപ്പനകൾ തന്നെയാണ്. ദൈവം നമുക്ക് നൽകിയ കൽപ്പനകൾ. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിൽ നമ്മളൊത്തിരി നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. ഓഫീസിലും സ്കൂളിലും ദേവാലയത്തിലും മറ്റ് സ്ഥാപനങ്ങളിലും സംഘടനകളിലും ചടങ്ങുകളിലും പോലും ഒത്തിരി നിയമങ്ങൾ നാം പാലിക്കുന്നുണ്ട്. ഇവയൊക്കെ ആവശ്യമാണ്. എന്നാൽ ഈ നിയമങ്ങളൊന്നും നമ്മുടെ ഹൃദയത്തെ പരിവർത്തനം ചെയ്യുന്നില്ല. ഇവയൊന്നും നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നില്ല. ദൈവിക പൂർണ്ണതയിലേക്ക്, അഥവാ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാൻ നമ്മെ യോഗ്യരാക്കുന്നത് ദൈവിക കൽപ്പനകളാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ 1-ാം വായനയിൽ നാം ഇപ്രകാരം വായിച്ചു കേൾക്കുന്നത്: ഇതാ, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റ് ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. പ്രിയമുള്ളവരെ, ദൈവിക നിയമങ്ങളാണ് നമ്മെ ജ്ഞാനിയും വിവേകിയുമാക്കി മാറ്റുന്നത്. തിന്മയിൽ നിന്നും മോചനം നേടുവാനും ശത്രുവിനെ സ്നേഹിക്കുവാനും 70 പ്രാവശ്യം ക്ഷമിക്കുവാനും ഒരുപാട് ദൂരം കൂടെ നടക്കുവാനും പ്രതിസന്ധികളിലും പ്രത്യാശയോടെ നിൽക്കുവാനും സഹായിക്കുന്നത് എല്ലാം ദൈവിക നിയമങ്ങളാണ്. ദൈവിക നിയമങ്ങളാണ് നമ്മുടെ ഹൃദയ പരിവർത്തനത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ദൈവിക നിയമങ്ങളാണ് നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്നവരായി, ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായി നമുക്ക് മാറാം. ആമേൻ.